നമ്മൾ സിനിമകളെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഹോളിവുഡ് ലെവൽ. സത്യത്തിൽ എന്താ ഈ ഹോളിവുഡ് ലെവൽ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ക്വാളിറ്റിയിലും കണ്ടന്റിലും ഒക്കെ നമ്മളെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏത് ഫിലിം ഇൻഡസ്ട്രിയേക്കാളും ഒരുപാട് വർഷം മുന്നോട്ട് നിൽക്കുന്നതാണ് ഈ ഹോളിവുഡ് സിനിമകൾ. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലൊരു സിനിമ, അതായത് നമ്മുടെ ഭാഷയിൽ ഇറങ്ങിയ ഒരു സിനിമ നമ്മൾ അതുവരെ കണ്ടിട്ടുള്ളതിൽ നിന്ന് മേക്കിംഗ് കൊണ്ടോ കണ്ടന്റ് കൊണ്ടോ ഒരുപാട് മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ സിനിമയെ ഒരു ഹോളിവുഡ് ലെവൽ എന്ന് വിളിക്കാം, അല്ലെ? അങ്ങനെ നമുക്ക് സധൈര്യം വിളിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് 2024 പുറത്തിറങ്ങിയ ആസിഫ് അലി ചിത്രം ലെവൽ ക്രോസ്. ഞാൻ ആദ്യമേ പറയാം, ഇപ്പൊ ഈ സിനിമയെ പറ്റി ഞാൻ ഘോരം പ്രസംഗിക്കുന്നുണ്ടെങ്കിലും ഇത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതൊന്നുമല്ല. മറിച്ച് നമ്മളൊക്കെ ഈ ഇൻസ്റ്റയിലോ യൂട്യൂബിലൊക്കെ ചെറിയൊരു മൂവി ക്ലിപ്പ് കണ്ട് അതിൽ ഇൻട്രസ്റ്റ് തോന്നി പടം മുഴുവൻ തപ്പിപ്പിടിച്ച് കാണാറില്ലേ? അങ്ങനെ ഞാൻ കണ്ടൊരു സിനിമയായിരുന്നു ഇത്. എന്താ പറയാ, കണ്ടന്റ് വൈസ്, ലൊക്കേഷൻ വൈസ്, മേക്കിംഗ് വൈസ് ഇങ്ങനെ ഒരു മലയാള സിനിമ ഞാൻ ഇതിന് മുൻപ് കണ്ടിട്ടില്ല. തമിഴിൽ ഒരു നല്ല ഫീൽ ഗുഡ് സിനിമ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു കൺസെപ്റ്റ് ഉള്ള സിനിമ ഇറങ്ങി പരാജയപ്പെടുകയാണെങ്കിൽ അവിടെയുള്ള ആളുകൾ ഇന്റർനെറ്റിൽ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ഉണ്ട്. ഇതെങ്ങാ മലയാള സിനിമയായിരുന്നെങ്കിൽ ഇവന്മാരെ വെച്ച് കൊണ്ടാടിയനെ, നമ്മുടെ ഭാഷയിൽ ഇറങ്ങിയത് കൊണ്ട് നമ്മുടെ ആളുകൾ മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ. എന്ന് വെച്ചാൽ ഇൻഡയറക്ട്ലി അത് നമ്മുടെ കണ്ടന്റ് ക്വാളിറ്റിയെയും അതുപോലുള്ള വ്യത്യസ്തമായ കണ്ടന്റുകൾ നമ്മൾ ഇവിടെ വിജയിപ്പിക്കുന്നതിനെ പറ്റിയും, എന്നാൽ അങ്ങനെ ഒന്ന് അവരുടെ ഇൻഡസ്ട്രിയിൽ വന്നാൽ അത് അവിടെ പരാജയപ്പെടുന്നതിനെ പറ്റിയുമൊക്കെയാണ്. പക്ഷേ അവർക്കറിയില്ലല്ലോ, ലെവൽ ക്രോസ് പോലുള്ള എത്രയോ വമ്പൻ സിനിമകൾ നമ്മുടെ ലാംഗ്വേജിൽ വന്നിട്ടും അതൊരു തിയേറ്റർ വിജയമാക്കാതെ 50 കോടിയിലും 100 കോടിയിലും ഒന്നും എത്തിക്കാതെ നമ്മളും വിട്ടിട്ടുണ്ടെന്ന്. എനിവേസ്, നിങ്ങൾ ഈ സിനിമ ഇതുവരെ കാണാത്ത ഒരാളാണെങ്കിൽ എന്റെ ഈ പൊക്കിയടിയൊക്കെ കേട്ടിട്ട് അത്യാവശ്യം എക്സ്പെക്ടേഷൻസ് വെച്ച് നിങ്ങൾ ആ സിനിമ കണ്ടാലും കുഴപ്പമില്ല. കണ്ടു കഴിയുമ്പോൾ മലയാളം ഭാഷയിൽ ഇങ്ങനെ ഒരു സാധനം ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല എന്ന് അവസാനം നിങ്ങൾ മനസ്സുകൊണ്ട് പറയും.